നമസ്കാരം. വെറും 23 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ. അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നു കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ്. ആ ഒരു ചോദ്യം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കാരണം പരസ്പരം ലഭിക്കുന്ന മൊഴികളിൽ നിന്ന് വലിയൊരു വൈരുദ്ധ്യമാണ് കാണാൻ സാധിക്കുന്നത്. പിതാവ് പറയുന്നതും മകൻ പറയുന്നതും ഉമ്മ പറയുന്നതുമൊക്കെ വ്യത്യസ്തമാണ്. സ്വന്തം സഹോദരനെയും ഉമ്മയെയും പെൺസുഹൃത്തിനെയും ഒക്കെ ആക്രമിക്കുന്നു. 6ഓളം പേരെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതിൽ 5 പേർ മരണപ്പെടുന്നു. ഈ ഒരു വലിയ കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ച കേസിൻ്റെ ഭാഗമായിട്ട് പ്രതിയെ ഇന്ന് ഇവിടെ ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തിച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരെ വൈകുന്നേരം വരെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആഡംബരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പക മാത്രമാണ് എന്ന് തികച്ചും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കാരണം പ്രതി എന്ന് പറയുന്നത് 23 വയസ്സുകാരനാണ്. ആ 23 വയസ്സിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബാധ്യത അത് 65 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന ഒരു കാര്യമുണ്ട്. 2 വാഹനങ്ങളാണ് ഈ 23 വയസ്സുകാരന് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. 2 വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഐഫോൺ അത് ഇറങ്ങിയ സമയത്ത് തന്നെ സ്വന്തമാക്കാൻ വേണ്ടി വാശി പിടിക്കുന്നു. ഇത്തരത്തിലൊക്കെയാണ് അഫാൻ്റെ പ്രധാനപ്പെട്ട ആഡംബര ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൂചനകളായി പറയുന്നത്. പക്ഷേ ഈ ഒരു 3 കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഈ പ്രതി പറഞ്ഞതുപോലെ 65 ലക്ഷം രൂപ കടബാധ്യതയൊന്നും ആകില്ല എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും പണം, അതും സ്വന്തം ബാപ്പ പോലും അറിയാതെ ഉമ്മയുടെ സഹായത്തോടെ ഇത്രയും പണം സ്വരൂപിച്ച ഈ പണം എങ്ങോട്ട് കൊടുത്തു, എന്തിന് ചിലവാക്കി എന്നത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഉടൻ തന്നെ വൈകാതെ തന്നെ ഈ വിവരങ്ങളൊക്കെ അഫാൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഉമ്മ ഷെമിയുടെ വായിൽ നിന്ന് പുറത്താകുമെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഈ ഉമ്മയുടെ മൊഴി നിലവിൽ മകന് അനുകൂലമാണെങ്കിൽ പോലും ഇനി വൈകാതെ തന്നെ ഉമ്മാക്ക് മകനെ വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം ഇളയ മകൻ സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടു എന്ന വിവരമൊക്കെ ഇപ്പോൾ ഉമ്മ അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉമ്മയുടെ മൊഴിയും ഈ പറയുന്ന പ്രതിയായിട്ടുള്ള അഫാൻ്റെ മൊഴിയും വളരെ അനിവാര്യമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള നിമിഷത്തിൽ തന്നെയാണ് ഇപ്പോഴെത്തി നിൽക്കുന്നത്. നിലവിൽ ഈ അഫാൻ്റെ പ്രതിയായിട്ടുള്ള അഫാൻ്റെ ഉമ്മുമ്മയെ കൊന്ന കേസിലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മറ്റ് 4 കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസ് എടുക്കുന്നതും അതുപോലെ തന്നെ നടപടിയും ഒക്കെ ഉണ്ടാകുമെന്നതാണ് വിവരം. ഇനി ഈ പറയുന്ന ഉമ്മുമ്മയെ കൊന്നത് എന്തിനാണ് എന്നത് വലിയൊരു ചോദ്യമാണ്. അതിൽ പ്രധാനമായിട്ടും അഫാൻ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഉള്ളത് താൻ ഉമ്മുമ്മയോട് തൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടി ഈ സംഭവം നടക്കുന്ന 2 ദിവസം മുമ്പ് താൻ ഉമ്മുമ്മയെ സമീപിച്ച് തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആ മാല, ഉമ്മുമ്മ ഉപയോഗിച്ചിരുന്ന മാല തനിക്ക് തരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഉമ്മുമ്മ 2 മാലകളാണ് ധരിച്ചിരുന്നത്. അതിൽ ഒരു വലിയ മാല തൻ്റെ ഒരു മകളിലേക്ക് ഏൽപ്പിക്കുകയും ഇത് തൻ്റെ മരണശേഷം തനിക്ക് ചെലവിടാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നൊക്കെ അഫാനുമായി പങ്കിട്ടിരുന്നു എന്നാണ് വിവരം. ഇതിൻ്റെ ഒരു പകയിലാണ് ഈ ഉപ്പയുടെ ഉമ്മയായിട്ടുള്ള അമ്മയെ കൊന്നുകളഞ്ഞത് എന്നാണ് അഫാൻ നൽകിയിട്ടുള്ള മൊഴി. അപ്പോഴും ഇത് എങ്ങനെ സംഭവിച്ചു എന്നതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. 23 വയസ്സുകാരനായ ഒരു പ്രതി യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഈ ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് വരുന്നു. പ്ലാൻ ചെയ്തുകൊണ്ട് ആയുധങ്ങളൊക്കെ കരുതിക്കൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ CCTV ക്യാമറകളുള്ള വഴികളാണ് അതിൻ്റെ മുന്നിൽ കൂടെ വരികയാണ്. അഫാന് കൃത്യമായിട്ട് അറിയാം ഈ വിവരങ്ങൾ പുറത്ത് വരും എന്നത്. എങ്കിലും അഫാൻ ഇത് കൃത്യമായി ചെയ്യണമെങ്കിൽ, ഇത് കൃത്യമായി പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതിന് പിന്നിൽ അഫാന് സാമ്പത്തിക ബാധ്യത മാത്രമാണ് എന്ന് പറയാൻ സാധിക്കില്ല. അഫാൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ആരാണ്, അല്ലെങ്കിൽ അഫാൻ എന്തിനാണ് ഇത്രയധികം വലിയൊരു ക്രൂരത അറിഞ്ഞുകൊണ്ട് ചെയ്തത് എന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇതിന് ഉത്തരം നൽകാൻ സാധിക്കുന്നത് ഒന്നുകിൽ അഫാൻ്റെ ഉമ്മയ്ക്ക്, അതല്ല എങ്കിൽ അഫാന് മാത്രമാണ്.